ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിൻസ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. പോട്രോൺ ബ്ലൂടൂത്ത് സ്പീക്കർ എന്നാണ് ഇതിന്റെ ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലത്തെ ഒരു ബോക്സിലായിരിക്കും നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ബോക്സ് വന്നിരിക്കുന്നത്. ഇതിന്റെ മുകളിലായിട്ട് അവർ പോട്രോൺ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ നെയിം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ ഒരു സ്പീക്കറിന്റെ മോഡൽ നെയിം അവർ കൊടുത്തിട്ടുണ്ട്, P10 ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ തൊട്ടടിയിൽ തന്നെയായിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ പിക്ചർ അവർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു മോഡലിലേക്ക് നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് അവരിനകത്ത് ഫംഗ്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് LED ലൈറ്റ് ഉണ്ട്, മെമ്മറി കാർഡ് ഇടാൻ പറ്റും, മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, നമുക്ക് കോൾ എടുക്കാൻ സാധിക്കും, ഓക്സ് കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ FM റേഡിയോ ഉണ്ട്, വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതുപോലത്തെ ഒരു ഓപ്ഷൻസ് ഒക്കെയാണ് അവരകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിന്റെ ബാക്കിലായിട്ട് പോട്ടർ എന്ന് പറഞ്ഞിട്ട് കമ്പനി നെയിം ചെയ്തിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് P10 ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് അവരിൻ്റെ മോഡൽ നെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ. ഇതിനകത്ത് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് 3 വോൾട്ട് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത് 400 mAh ബാറ്ററിയാണ് അവരിനകത്ത് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആയിട്ട് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് 71x42 mm ആണ്. ഇതുപോലെ കൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സ്പീക്കറിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 170 ഗ്രാം ആണ്. ഇതിനകത്ത് മ്യൂസിക് പ്ലേ ബാക്ക് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് 2.5 hours ആണ് അവരിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടിയിൽ തന്നെയായിട്ട് അവർ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ കോഡ്, പ്രൊഡക്ഷൻ നെയിം, അതുപോലെ തന്നെ ഇതെന്താണ് മാനുഫാക്ചർ ചെയ്തത്, അതുപോലത്തെ ഡീറ്റെയിൽസും, പിന്നെ ഈ ഒരു ബോക്സിന്റെ ഒപ്പം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവർ മെയ്ഡ് ഇൻ PRC എന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈ ഒരു ബോക്സും അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു ബോക്സ് കൂടി കാണാൻ സാധിക്കും. ഇതേപോലത്തെ ഒരു ബോക്സിലായിരിക്കും നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ പാക്ക് ചെയ്ത് വന്നത്. ഇതിനകത്ത് അവർ പോട്രോൺ ബ്ലൂടൂത്ത് സ്പീക്കർ എന്നും അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ നെയിം മാത്രമേ അവർ ഈ ഒരു ബോക്സുമ്പോൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. പിന്നെ ഇതിനൊപ്പം തന്നെ നമുക്കൊരു യൂസർ മാനുവലും അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ഒരു ചാർജറും അതുപോലെ തന്നെ ഒരു ഓക്സ് കേബിളും കൂടിയിട്ടുള്ള ഒരു കേബിളാണ്. ഇത് നമ്മുടെ ചാർജറാണ്. നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓക്സ് കേബിളും അവർ തന്നിട്ടുണ്ട്. ഈ ചാർജറിനെ കൂടെ തന്നെയാണ് ഈ ഒരു ഓക്സ് കേബിളും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അഡാപ്റ്ററിൽ കുത്താനായിട്ടുള്ള ഒരു USB അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിനെ കൂടുതലായിട്ട് പരിചയപ്പെടാം. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സൈഡിലായിട്ട് അവർ പോട്ടർ എന്ന് പറഞ്ഞിട്ട് കമ്പനി നെയിം എഴുതിയിട്ടുണ്ട്. വേറൊന്നും അവർ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സൈഡിലൊന്നും എഴുതിയിട്ടില്ല. പിന്നെ നമുക്ക് വേറെ സ്പീക്കർ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്പീക്കർ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് അവരിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും ഇതിൻ്റെ MAH അതുപോലെയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പോട്രോൺ P10 എന്ന് പറഞ്ഞിട്ട് അവരൊരു മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് അവരിവിടെ ഒരു റബ്ബറിൻ്റെ ഒരു കോട്ടിങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സ്വിച്ചസ് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പവർ ബട്ടൺ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു മൈക്ക് അവർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് SD കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ലൈറ്റ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 4 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മോഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ ഇവിടെ സൗണ്ട് കൂട്ടാനും ഇവിടെ സൗണ്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. വേറെ നമുക്ക് ഈ സ്പീക്കറിന് വേറെ ഒന്നും അവർ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇതാണ് നമ്മുടെ പവർ ബട്ടൺ. Power on. Bluetooth mode. Pairing. ഇതുപോലെ ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കേൾക്കാൻ സാധിക്കും ബ്ലൂടൂത്ത് മോഡ് ഓൺ ആയിട്ടെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ലൈറ്റ് കത്തുന്നതായിരിക്കും. നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ലൈറ്റ് കത്തണ കാണാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോഴൊരു ഡിവൈസ് വന്നിട്ടുണ്ട്, Photron P10 SPKR എന്ന് പറഞ്ഞിട്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോണായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് മ്യൂസിക് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂസിക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല ബാസും അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്ലാരിറ്റിയും ഉള്ളൊരു സ്പീക്കർ തന്നെയാണിത്. ഇനി നമുക്കിതൊന്ന് ഓക്സ് മോഡിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്സ് മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓക്സ് കേബിൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് പോസ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ മ്യൂസിക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള 2 ബട്ടൺ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഒരു ബട്ടൺ മേക്ക് തന്നെ ഈ ഒരു മ്യൂസിക് ചേഞ്ച് ആവണതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇനി FM ഒന്ന് വെച്ച് നോക്കാം. FM മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മോഡ് ബട്ടൺ ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. FM mode. അപ്പോൾ ഇതാണ് നമ്മുടെ FM മോഡ്. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ട് റേഞ്ചിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കാത്തത്. പിന്നെ നമ്മുടെ റൂഫൊക്കെ ഉള്ളാരം കൊണ്ട് ഇത്തിരി ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും. ഇവിടെയാണ് നമുക്ക് നമ്മുടെ മെമ്മറി കാർഡാണുള്ള സ്ലോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അതിനകത്തൊന്ന് മെമ്മറി കാർഡ് ഒന്ന് ഇട്ട് നോക്കാം. Power on. TF card mode. ഇപ്പോൾ ഈ മ്യൂസിക് പ്ലേ ചെയ്ത് നമ്മുടെ മെമ്മറി കാർഡിലുള്ള മ്യൂസിക്കാണ്. ഇപ്പോൾ ഞാനത് അധികം പ്ലേ ചെയ്യിക്കണില്ല, കാരണം കോപ്പിറൈറ്റ് കണ്ടന്റ് വന്ന കാരണമുണ്ട് ഞാനിപ്പോൾ മ്യൂസിക് ഇവിടെ വെച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ ഇത്രയ്ക്ക് എളുപ്പമാണ് നമ്മുടെ ഈ ഒരു Photron ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണിത്. നമ്മൾ ഈ ഒരു മ്യൂസിക് ചേഞ്ച് ചെയ്യുന്ന ബട്ടൺമേ ഇത്തിരി ലോങ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബട്ടൺമേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനും സാധിക്കും. എന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ്. ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 600 സംതിങ് ആണ്. എന്തായാലും 700-അടുത്തുണ്ട്. ഷിപ്പിംഗ് ഇല്ല. അതുപോലെ തന്നെ ആമസോണിൽ ഇതിന് പൈസ കുറവാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. എന്തായാലും ഇത് വളരെ നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് FM അതുപോലെ തന്നെ ഓക്സ് കേബിൾ കുത്തി പാട്ടേക്കാൻ സാധിക്കും. പിന്നെ മെമ്മറി കാർഡ് ഇടാം, അതുപോലെ തന്നെ ബ്ലൂടൂത്തും. ഈ 4 ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതും ഈ ഒരു പ്രൈസിന് നമുക്ക് എന്തായാലും ഈ ബ്ലൂടൂത്ത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണിത്. ഇത് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ വെച്ചാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റിയും നല്ല ബാസും ഉണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഏകദേശം ചാർജിങ് ടൈം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരിനകത്ത് പ്ലേ ബാക്ക് ടൈം പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 2.5 മണിക്കൂറാണ്. അപ്പോൾ 2 മണിക്കൂർ തുടങ്ങി 3 മണിക്കൂറിനെ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.